അപ്പൊ നമുക്ക് പോകാം ശബരിമലയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള ഇതുവരെ നമ്മൾ സംസാരിച്ചില്ല. 1.5 മണിക്കൂർ കഴിഞ്ഞു. എവിടെ ശബരിമല എന്ന് കുറെ നേരമായി നമ്മുടെ കമന്റിൽ ബോക്സിൽ എനിക്ക് തോന്നുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി മല കയറാൻ പോവുകയാണ് വീണ്ടും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടുതൽ ഇടങ്ങളിൽ തെളിവെടുപ്പിനായി പ്രത്യേക അന്വേഷണ സംഘം ശബരിമലയിൽ ഉൾപ്പെടെ വൈകാതെ അദ്ദേഹത്തെയും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കുമെന്നാണ് സൂചന. ഇടപാടുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിന് ഉടൻ തന്നെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും. സിജോ വി ജോൺ ആണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സിജോ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. ഒപ്പം തന്നെ മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എവിടെയാക്കെയാണോ പൂരിപ്പിക്കാൻ കഴിയാത്ത ലിങ്കുകൾ ബാക്കിയുള്ളത് അതൊക്കെ ഒരു പക്ഷേ അന്വേഷണ സംഘത്തിന് കൃത്യമായി കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. അത്തരം നീക്കങ്ങളിലേക്കാണോ ഇനി കടക്കാൻ പോകുന്നത് തെളിവെടുപ്പിന് പുറമെ? ജിൽസി, ഈ അന്വേഷണത്തിന്റെ ഒരു പ്രധാന ഘട്ടം ഏകദേശം പൂർത്തിയായെന്ന് പറയാൻ സാധിക്കും. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്വർണം പോയ വഴികളിലൂടെ എല്ലാം അന്വേഷണ സംഘം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോവുകയും ചെയ്തിട്ടുണ്ട്. സ്വർണം പിടിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ പരിശോധനകൾ മറ്റും ഇനി നടക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തി അവിടെയും പരിശോധന നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ പോകേണ്ട സ്ഥലങ്ങളെല്ലാം ഈ അന്വേഷണ സംഘം പോയിട്ടുണ്ട്. വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. ഇനി നിർണായകമായെന്ന് പറയുന്നത് മുരാരി ബാബുവിനെ ഒപ്പം എത്തിയുള്ള ചോദ്യം ചെയ്യലാണ്. ഏകദേശം ഒരു ഐഡിയ അന്വേഷണ സംഘത്തിന് ആദ്യം മുതൽ തന്നെ ഉണ്ട് ഈ കാര്യത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ കൂടി ലഭിച്ച സാഹചര്യത്തിൽ ഇനി അതുമായി മുന്നോട്ട് പോകുക എന്നുള്ളൊരു കാര്യമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. ഇതോടൊപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥരുടെ പങ്ക് സംബന്ധിച്ച അന്വേഷണവും കടക്കുകയാണ് SIT. ഇനി കൂടുതൽ ആളുകളെ വിളിച്ചു വരുത്താനുണ്ട്. കാരണം ഇയാളെ കൂടാതെ, മുരാരി ബാബുവിനെ കൂടാതെ 9 പേരാണ് ആകെ ഉള്ളത്. മുരാരി ബാബുവിനെ കൂടാതെ 8 പേര് കൂടിയുണ്ട്. അങ്ങനെ ആകെ 9 പേരാണുള്ളത്. അങ്ങനെ ഓരോ ആളുകളെയും ഈ വരും ദിവസങ്ങളിൽ ഘട്ടം ഘട്ടമായി വിളിച്ചു വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇവരെ ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായാണ് കഴിഞ്ഞ ദിവസം ശബരിമലയിൽ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ചു വരുത്തിയത്. ഈ മഹസറൊക്കെ തയ്യാറാക്കുന്ന സമയത്തും ഈ രേഖകളൊക്കെ ഒപ്പിടുന്ന സമയത്തും ആരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് സംബന്ധിച്ച് ആ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഏകദേശം വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ആ ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. ഇനി അതിനൊപ്പം തന്നെ ഇനി പ്രധാനമായും തെളിവെടുപ്പ് പൂർത്തിയാക്കാനുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ശബരിമലയാണ്. കാരണം ശബരിമലയിൽ നിന്നാണ് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയിരിക്കുന്നത്, അതിന്റെ രേഖകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അങ്ങോട്ട് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഒരുപക്ഷെ നമുക്ക് അത് എപ്പോഴത്തേക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല. കാരണം ശബരിമലയുടെ സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അത്തരം ഒരു കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം നടപടികൾ സ്വീകരിക്കുക. അതോടൊപ്പം തന്നെ ബംഗളൂരുവിൽ നിന്ന് ഇയാളുടെ വീട്ടിൽ നിന്നും ഒക്കെ പിടിച്ചെടുത്തിട്ടുള്ള രേഖകളുടെ പരിശോധന നടക്കുകയാണ്. വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇയാൾ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. അത് പലരും ബിനാമി ഇടപാടുകളാണ് എന്നുള്ളതാണ് ഈ രേഖകളിൽ നിന്ന് ഇപ്പോൾ കൂടുതൽ വ്യക്തമാകുന്നത്. അതുകൊണ്ട് അത് സംബന്ധിച്ച് പരിശോധന നടക്കുന്നുണ്ട്. ഇയാളുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചും അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുകയാണ്.